ഫെബ്രുവരി 22 രാവിലെ 6:40 ആ സമയത്ത് ഇതുവഴി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ആ റോഡ് വഴി ഒരു ഓട്ടോറിക്ഷ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വരുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തെ ഈ സർക്കിളിൽ നിന്നും വാഹനങ്ങൾ നേരെ പോയി അവിടെ നിന്ന് ടേൺ ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഈ ഓട്ടോറിക്ഷ ആ ട്രാഫിക് നിയമം തെറ്റിച്ചുകൊണ്ട് ഇതിലേക്ക് വരുന്നു. ആ സമയത്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരനും വരുന്നുണ്ട്. ആ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചിട്ട് ഇവിടെ നിന്ന് അതും നോക്കി നിന്നുകൊണ്ട് ആ ഓട്ടോറിക്ഷ പോവുകയാണ്. കണ്ണൂർ താവക്കര സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരൻ പി ഷാജഹാനെയാണ് ഓട്ടോറിക്ഷ ഇടിച്ചത്. ഷാജഹാന് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. ഇടിച്ച ഓട്ടോറിക്ഷ വീണ് കിടക്കുന്നയാളെ ഒന്നു നോക്കി ഉടൻ സ്ഥലം വിട്ടു. അപകടത്തിൽ ഷാജഹാന് സാരമായി പരിക്കേറ്റു. കാലിന്റെ മുട്ടിനാണ് പരിക്കേറ്റത്. ദിവസങ്ങളോളം മംഗലാപുരത്ത് ആശുപത്രിയിൽ കഴിയേണ്ടിയും വന്നു. ഇപ്പോഴും കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ആ ഓട്ടോറിക്ഷക്കാരൻ ഇടിച്ചിട്ടത് താവക്കര സ്വദേശിയായ ഷാജഹാനെയാണ്. ഷാജഹാൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എന്താണെന്ന് സംഭവിച്ചത്? ഞാൻ ചായ കുടിക്കാൻ പോകുന്നതായിരുന്നു. സ്ട്രീറ്റ് പോകുമ്പോൾ റോങ് സൈഡിലോട്ട് ആ സർക്കിൾ ചുറ്റിയിട്ടാണ് ആ ഓട്ടോ വരേണ്ടത്. അത് നേരെ വന്നിട്ട് അന്ന് റോങ് സൈഡിലോട്ട് വന്നിട്ട് എന്നെ ഇടിച്ചിട്ടിട്ട് പോയിരുന്നു. നിർത്താതെ പോയി. എന്നിട്ട് ആരാ ആശുപത്രിയിലൊക്കെ ആക്കിയതാരാ? ആശുപത്രിയിൽ അവിടെ അപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. അവനാണ് തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലെല്ലാം ഇതാക്കിയത്. ഫുൾ സപ്പോർട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷക്കാരൻ നിർത്താതെ പോയി, അപകടം ഉണ്ടാക്കി നിർത്താതെ പോയി. മറ്റൊരു ഓട്ടോറിക്ഷക്കാരൻ സഹായിക്കാനും എത്തി. അതെ മറ്റൊരു ഓട്ടോക്കാരൻ സഹായിക്കാനും എത്തി. വലിയ പരിക്കായിരുന്നു. എന്താ പരിക്ക് എവിടെയാ പറ്റിയേ? നല്ല പരിക്കുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ആ ബോൺ ചിരട്ട പൊട്ടിപ്പോയിനേനു. അതിപ്പോൾ വലിയ പൈസ ഒക്കെ ചിലവായി. മംഗലാപുരം പോയിട്ടാണ് അത് ശരിയായിട്ടില്ല. പോയി തന്നെയാണ് എണീക്കാനും കിടക്കിൽ നിന്ന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഇടിച്ചിട്ട ഓട്ടോ ഡ്രൈവറെ ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും ഏത് ആക്സിഡൻ്റ് ആയാലും നിർത്തേണ്ടത് ആ ഡ്രൈവറെ കടമയാണ്. പക്ഷെ അതൊന്നും അയാൾ ചെയ്യാണ്ട് ജസ്റ്റ് അടിച്ചിട്ടിട്ട് അതേപോലെ പോവുകയായിരുന്നു. പോലീസ് കുറേ CCTV ഒക്കെ പരിശോധിച്ചിട്ടാണ് പിടികൂടിയത്. അപ്പോൾ പോലീസിൻ്റെ ആ ഒരു ഇത് എങ്ങനെയാണ് കാണുന്നത്? പോലീസുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പോലീസുകാർ തുടക്കത്തിൽ ഭയങ്കര നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ എഫേർട്ട് കൊണ്ടാണ് ഇങ്ങനെ പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ നിർത്താതെ പോകുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? അപകടം ഉണ്ടാക്കി ഇങ്ങനെ നിർത്താതെ പോകുന്ന ആളുകളോടൊക്കെ നിങ്ങളെപ്പോലെ ഇങ്ങനെ കിടത്തത്തിലായ ആളുകളോട് പറയാൻ എന്താ ഉള്ളത്? ഈ അടിച്ചിട്ട് പോയാൽ എന്നെ പോലെ എന്താ പറയുക, ഇങ്ങനെ കടന്നിട്ടാണ് ഉണ്ടാവുക. അതാണ് ഭയങ്കരമായിട്ടുള്ള പരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഏത് ഡ്രൈവേഴ്സായാലും എവിടുന്നെങ്കിലും നിങ്ങൾക്ക് വണ്ടി ആരെയും നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവിടെ എന്തായാലും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം നിങ്ങൾ എങ്ങനെ ആയാലും ഒന്ന് ഇതാക്കി കൊടുക്കണം. വലിയ സങ്കടം തോന്നി? ആ ഓട്ടോറിക്ഷ നിർത്താതെ പോയപ്പോൾ വലിയ സങ്കടം തോന്നിയോ? ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. എന്താണെന്ന് വെച്ചാലും അവരെ ഇതിൽ ഞാനാണെങ്കിൽ എന്തായാലും ഒരാൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ നിർത്തിയിട്ട് ആ രോഗിക്ക് വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വിചാരിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഷാജഹാന്റെ പരാതിയിൽ കേസെടുത്ത ടൗൺ പോലീസ് CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു. ഷാജഹാനെ ഇടിക്കുന്ന ദൃശ്യം കിട്ടിയെങ്കിലും നമ്പർ അവ്യക്തമായിരുന്നു. ഒരു ഡ്രൈവറും ചെയ്യാത്ത കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാഗത്തുനിന്നും കണ്ടതോടെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടിയേരിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തി. SI അനുരൂപ്, CP നാസർ, O റമീസ്, K മിഥുൻ, KP സുജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ 2 ആഴ്ചയിലധികം നീണ്ട അന്വേഷണം ചെന്നെത്തിയത് പനങ്കാവ് ഭാഗത്ത്. അരയമ്പേത്ത് സ്വദേശി പ്രകാശനാണ് ഓട്ടോ ഓടിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. ഇയാളെ കസ്റ്റഡിയിലെടുത്തു. നമ്പർ വ്യക്തമാകാത്തത് കാരണം ഏകദേശ രൂപത്തിലുള്ള നിരവധി ഓട്ടോറിക്ഷകൾ പോലീസിന് പരിശോധിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അപകടം സംഭവിച്ചാൽ നിർത്താതെ പോകുന്ന വാഹന ഡ്രൈവർമാർക്കെതിരെ അതിശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടിയേരി പറഞ്ഞു. എല്ലാ ഓട്ടോ ഡ്രൈവർമാരും ഒരുപോലെയല്ല. ഈ അപകടം കണ്ട് ആദ്യം സഹായിക്കാൻ ഓടിയെത്തിയതും ആശുപത്രിയിൽ എത്തിച്ചതുമെല്ലാം മറ്റൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഷാജഹാന് ഒന്നേ പറയാനുള്ളൂ, അപകടങ്ങൾ സാധാരണയാണ്. ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വാഹനം നിർത്തി ആ പരിക്ക് പറ്റിയ ആളെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുമെങ്കിലും ചെയ്യണം. അത് നമ്മുടെ സാമാന്യ മര്യാദയാണ്. ആ മര്യാദ എല്ലാ ഡ്രൈവർമാരും പാലിക്കണമെന്നാണ് ഷാജഹാൻ്റെ അഭ്യർത്ഥന. താവക്കരയിൽ നിന്നും
ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.